ഡോ നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. അങ്ങോട്ട് പോയാൽ പിന്നെ ഫുഡ് കിട്ടാൻ പാടാ. എത്ര സമയം എടുക്കും? ഇനി ഒരു 1.5 മണിക്കൂർ. എന്താടോ തനിക്ക് വല്ല ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടാ? ഇങ്ങനെ യാത്ര ചെയ്ത് ശീലമില്ലാത്തോണ്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി. എന്നാ പിന്നെ താനപ്പോ മര്യാദയ്ക്ക് ഭക്ഷണം ഒന്നും കഴിച്ചു കാണില്ല. താൻ ഇറങ്ങിക്കേ. കൊച്ചിനോട് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചോട്ടെ. ഇറങ്ങിക്കേ. ഞാൻ പിടിക്കണോ? പൊയ്ക്കോ. സർ ഇവിടെ ഇരിക്കൂ സർ. ആ ഇരിക്കടോ. ഡോ ഡോ എന്താ സർ? ഇയാളെങ്കിൽ വന്നേ. ആ സർ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ. ആ ശരി. ഗ്ലാസ് കൂടെ മാറ്റിക്കേ. ഓ എന്തുമാ എന്തുമാ എന്തോടാ? ഓ വേണ്ട 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 വേണ്ട. ഇയാൾക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. ലൈറ്റായിട്ട് മതിയോ? ഓ കുഞ്ഞിന് മൂത്രമൊഴിച്ച ചെട്ടി മാറ്റണ്ടേ? ഞാൻ മാറ്റിയതാ. നഴ്സ് വന്നപ്പോൾ പാമ്പേഴ്സ് വെച്ചതാ. കുഴപ്പമില്ല. പാമ്പേഴ്സാ? അതെന്തോട്ട്? ഓ വേണ്ട വേണ്ട കേട്ടോ, സാരല്ല. അതുകൂടെ ഇയാൾ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. കുഞ്ഞ് കരയും. ഒന്നുമില്ല കേട്ടോ. പതുക്കെ തരണട്ടാ. നമ്മൾ ആദ്യമായിട്ടാണ്. സർ കഴിക്കാൻ വാഷ്റൂം ദാ അവിടെ. പൊയ്ക്കോടോ പൊയ്ക്കോ. സർ കഴിക്കാൻ എന്താ വേണ്ടേ? എടോ താനൊന്ന് പോയിട്ട് വാടോ. അല്ല സർ കഴിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തോ. ഓക്കെ സർ. കരയിലടാ സർ വേറൊന്നും? ആളൊന്ന് വന്നോട്ടോ. ആയിക്കോട്ടെ സർ. ഓ കരയല്ലേ? ചാച്ചിക്ക് കൂട്ടം ഈ അങ്കിളിനെ അറിയില്ലേ? ഓ മാഡം കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ പറഞ്ഞട്ടാ? എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. ലൈറ്റ് എന്ന് വെച്ചാ ഹെവി അല്ലാത്തത്. ഹെവി അല്ലാത്തെന്ന് പറയുമ്പോ മസാല ദോശ എടുക്കട്ടെ? മസാല ദോശ ഉണ്ടോ? മസാല ദോശ ഉണ്ട് സർ. എന്നാ പിന്നെ 2 മസാല ദോശ പറട്ടെ. വേറെ എന്തെങ്കിലും? കൊച്ചിനെ കഴിക്കാൻ എന്താ വാങ്ങിക്കണ്ടേ? മോൾക്ക് കഴിക്കാനുള്ളത് എൻ്റെ അടുത്തുണ്ട്. ആ കൊച്ചിനെ കഴിക്കാൻ പിന്നെ വാങ്ങിക്കട്ടാ. ഇയാൾ പോയിക്കോളൂ. തനിക്ക് ചായ വേണോ? ചായ വേണമെന്ന്? വേണ്ട 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 വേണ്ട. മോളെങ്കിതാ ഞാൻ എടുക്കാം. കുറച്ച് നേരം എൻ്റെ കൈ ഇരിക്കട്ടോ. ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ ഒരു കുഞ്ഞിനെങ്ങനെ കയ്യിലെടുക്കണേ. എന്തൊരു ശ്രദ്ധ വേണോ. എനിക്ക് ചങ്കടിക്ക. ദേ കൈ വിറക്കണം നോക്കൂ. എന്നാലും പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണട്ടാ. ഇപ്പൊ എന്തൊട്ടായിരിക്കും ഈ കുഞ്ഞി കണ്ണ് തുറന്നു പിടിച്ച് കുഞ്ഞു മനസ്സിൽ ചിന്തിക്കണേ? എന്നെയൊക്കെ കാണണ്ടാവും അല്ലേ? ഇപ്പൊ എന്തൊട്ടായിരിക്കും ചിന്തിക്കണേ? അതിപ്പം ഈ കടയിലെ ബില്ലാര് കൊടുക്കുന്ന ചിന്തിക്കായിരിക്കില്ലേ? അതേടോ തന്റെ മോക്കറിയാം അതിന്റെ അമ്മയാണ് ബില്ല് കൊടുക്കാൻ പോണെന്ന്. എന്തൊരു തമാശയാടോ ഇത്. എന്താടാ? കുറച്ച് ചൂടുള്ള വെള്ളം കൊണ്ടുവരൂ. ശരി. ഇയാള് കഴിച്ചോടോ? വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഇയാള് കഴിക്കുമ്പോ ഞാൻ പിടിച്ചോളാന്ന്. കരയില്ലേ? എന്തിനാ കരയുന്നേ? ഭക്ഷണം കഴിക്കും. മോള് കരയില്ലേട്ടോ. വേണ്ട 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 വേണ്ട. ഓ വേണ്ടടി. വേണ്ട 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 മോളെ. ഓ ഓ
എന്താ സാറ് ചിരിക്കുന്നത്? ഹേയ്, ഞാൻ എൻ്റെ അമ്മച്ചി ഓർത്ത് ചിരിച്ച. അരുൺ സാറ് സ്വന്തം അമ്മയെ എപ്പോഴാ കണ്ടേന്ന് ഓർമ്മയുണ്ടോ? അത് ശരിയേട്ടാ, ഞാനെപ്പോഴാ എൻ്റെ അമ്മച്ചിയെ കണ്ടേ? ഓർമ്മയിലോ? അപ്പൊ ഈ കുഞ്ഞി കണ്ണിൽ ഇപ്പൊ ഈ കാണുന്നൊന്നും നമുക്ക് പിന്നീട് ഓർമ്മയുണ്ടാവില്ലല്ലേ? അത് ശരിയാട്ടാ. ഇല്ല, കുഞ്ഞി കണ്ണിലിപ്പം കാണുന്ന ആരും ഓർക്കില്ല. അവരിപ്പോ ദൈവത്തെ കണ്ടോണ്ടിരിക്കല്ലേ, ദൈവത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ ദൈവത്തോട് സംസാരിക്കുമ്പോഴാ. അത് ശരിയാ, അവളെപ്പോഴും ദൈവത്തെ തന്നെ കണ്ടോണ്ടിരിക്കണേ. അവളുടെ ദൈവം താനല്ലടോ, തന്നെയല്ലേ അവള് കാണുന്നത്. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ താൻ പറഞ്ഞത്? ശരിയാ. അല്ല, ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ കണ്ടതൊക്കെ എനിക്ക് ഓർമ്മ വരണില്ലല്ലോ. എന്നാ അമ്മച്ചിന്ന് വിളിച്ചതുപോലും ഓർമ്മ വരില്ല. ആരാ പഠിപ്പിച്ചതെന്ന് പോലും. ദൈവം എത്ര വലിയവനല്ലേ. അല്ല, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കലോ. ഇതൊന്നും വളർന്നാലാരും ഓർക്കുന്നില്ലല്ലോ സർ. ഒരു കുഞ്ഞ് പറന്ന് അതിനെ കണ്ണേ പൊന്നേന്നൊക്കെ പറഞ്ഞ് താലൊലിച്ച് വളർത്തി. ആദ്യം കമിഴ്ന്നു വീണ്, നീന്തി മുട്ടിലെഴഞ്ഞ്, പിന്നെ 4 കാലിൽ എണീറ്റ് നിന്ന്, കൈ പിടിച്ചെണീറ്റ്, പിന്നെ നടന്ന്, അങ്ങനെ വളരുന്നത് ഒരു അത്ഭുതമല്ലേ സർ? പിന്നെ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുട്ടിടിച്ച് വീണതും പടിയിൽ മറിഞ്ഞു വീണതും, ആദ്യമായിട്ട് അമ്മച്ചിയുടെ കൈവിട്ട് ഓടിയതും വീണതും, അപ്പനടുത്ത് ഒഴിഞ്ഞു വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നതും, അമ്മച്ചിയുടെ ചട്ടയുടെ അറ്റത്ത് പിടിച്ച് നടന്നതും ഇതേ ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. എന്നിട്ടിപ്പോ അങ്ങനെയാണോ അമ്മച്ചിയെ സ്നേഹിക്കുന്നത്? അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വളർത്തി വലുതാക്കിയ അമ്മച്ചിയെ ഇപ്പൊ എങ്ങനെ സ്നേഹിക്കുന്നെന്ന്. താനിങ്ങനെ ഓരോന്ന് ചോദിച്ച് നമ്മളെ സങ്കടപ്പെടുത്തില്ലട്ടാ. എനിക്കെപ്പോഴും എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. ചുമ്മാതാ, എല്ലാരും പറയുന്നതാ ഇങ്ങനെ തന്നെ. അല്ല, അങ്ങനെ ആണോ ശരിയെന്ന് ചോദിച്ചാ ആണോ? അല്ലല്ലേ. കൈവിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുന്നത് മുതൽ നമ്മൾ അവരിൽ നിന്ന് അകലെയല്ലേ. പതുക്കെ കള്ളങ്ങൾ പറയാൻ തുടങ്ങുന്നു, ഒളിച്ചു വെക്കാൻ തുടങ്ങുന്നു. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മാറും. അത് ശരിയാട്ടാ. പിന്നെ ഈ ലോകത്തിന്റെ കള്ളത്തരത്തിലേക്ക് മാറുകയല്ലേ. എല്ലാം അറിയാവുന്ന ആളാണല്ലേ, എന്നിട്ടാണോ? ആ സ്നേഹത്തിനൊന്നും ഒന്നും പകരം കൊടുക്കാനില്ല സർ. ഈ കിടക്കുന്ന നിഷ്കളങ്ക സ്നേഹം മാത്രമേ എല്ലാ അച്ഛനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവൻ കാണൂ. വളരുമ്പോൾ ഇവർ നമുക്ക് അന്യരാവും. ചിലപ്പോൾ ഇവർക്ക് നമ്മളെ വേണ്ടാതാവും. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. ഇപ്പൊ എന്നെ തന്നെ കണ്ടില്ലേ? എനിക്കെന്റെ അമ്മയെ വേണ്ട, അവർക്ക് എന്നെയും. അത് സ്നേഹമില്ലാത്തതിന്റെയാ. പക്ഷേ എൻ്റെ അമ്മച്ചി അങ്ങനല്ല. എൻ്റെ അപ്പം പോയപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചപ്പോഴാ ഞാൻ ആ സ്നേഹം അറിഞ്ഞത്. സ്നേഹിക്കാനേ എൻ്റെ അമ്മച്ചിക്ക് അറിയുള്ളൂ. ആ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കല്യാണം. അതെന്തിനാ നിർബന്ധിക്കുന്നതെന്നറിയാമോ സർ? വയസ്സാം കാലത്ത് അവർക്കൊരു താങ്ങ് വേണം, തണല് വേണം. അതിനു വേണ്ടിയാ. അങ്ങനെ പറയണ്ടട്ടാ. ഏയ്, അവിടെ തനിക്ക് തെറ്റി. അമ്മച്ചിക്ക് എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ മാത്രം മതി. എനിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണണം, അത്ര തന്നെ. ആ സന്തോഷത്തോടെ കണ്ണടയ്ക്കണം അമ്മച്ചിക്ക്. ആ വിശേഷം അപ്പച്ചനോട് അങ്ങ് പോയി പറയണം. അത്രേ ഉള്ളൂ അമ്മച്ചിക്ക്. എടുത്ത് കഴിക്കടോ. എനിക്ക് പറ്റുന്നില്ല, വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. വണ്ടിയുടെ പുറകിലിരുന്നിട്ടാടോ അങ്ങനെ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഫ്രണ്ട് ഇരുന്നാൽ മതിയെന്ന്. അപ്പൊ ഇയാളല്ലേ പറഞ്ഞേ ബാക്കിലിരുന്നാലേ ഇയാൾക്ക് കംഫർട്ടബിൾ ആവുന്നു. പോകുമ്പോ ഫ്രണ്ട് ഇരുന്നാൽ മതിട്ടാ. ഒരു ലൈം വാങ്ങിക്കാം, അതാകുമ്പോഴേ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. വേണ്ട. ഓ
ഭാവയ്ക്ക് വിശക്കുന്നില്ലടോ. ഒരു കാര്യം ചെയ്യാം, താനാ വണ്ടി കയറി ഫീഡ് ചെയ്തട്ടാ. അത് കഴിഞ്ഞിട്ട് താൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്തോടാ താൻ എവിടെയാണോ ജയസുധ? എപ്പോഴും ബിസിയാണല്ലോ. അമ്മയാകുന്നതിന്റെ ആഘോഷത്തിലായിരിക്കും അല്ലേ? ഞാൻ വിളിച്ചത് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിനാ. നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആവുന്ന കോളുണ്ട്. ഇങ്ങനെ പോയാൽ അത് ഓൾമോസ്റ്റ് ക്യാൻസൽ ആവും. എടോ, അതിന്റെ MOU സൈൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഫീസിനത്തിൽ എത്ര രൂപയാണ് കെട്ടിവെച്ചേ? അത് മുഴുവൻ സർക്കാർ ഫണ്ടിലേക്ക് പോകില്ലേ? എത്രയും പെട്ടെന്ന് വാ. ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ട്. അല്ല, താൻ ബിസിയാണെന്നുണ്ടെങ്കിൽ സുദീപിനെ തന്നെ പറഞ്ഞിട്ടാലും മതി. എന്നാ രണ്ടാൾ ഒരുമിച്ച് വാ, വേഗം വാ. ഓക്കെ. വാ സുദീപേട്ട. ഹായ് സിറിൽ. ഹായ് ഡിയർ. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഏയ് സോറി, ലേറ്റ് ആയി പോയി. ഇരിയടാ. മച്ചാ, രണ്ടും കൂടെ അടിച്ചു പൊളിക്കാണല്ലോ. കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷം, ആഘോഷം. എടാ, ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ ഇതിനിറങ്ങിയത്. ഇപ്പം ഇതാ കണ്ടില്ലേ, നമ്മുടെ പ്രപ്പോസൽ ഇപ്പം ക്യാൻസൽ ആകില്ലേ? MOU സൈൻ ചെയ്യാൻ സമയം കഴിഞ്ഞു. എത്ര പേരാ പൊസിഷൻ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കാന്നറിയാവോ? അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങളൊക്കെ നീങ്ങണ്ടേ. അതില്ലാതെ എങ്ങനെ നടക്കും കാര്യങ്ങൾ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. അതിനുള്ള ഫണ്ട് എവിടെ? എടാ, കമ്പനി തുടങ്ങുവാണെന്ന് വെറുതെ പേപ്പറിൽ എഴുതി വെച്ചാൽ മതിയോ? അതിനുള്ള ഫണ്ടിനുള്ള വഴി കണ്ടെത്തണ്ടേ? എന്റെ പൊന്നു സിറിലെ ഒരു വഴിയുമില്ല, പെരുവഴിയാ. ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെ നടക്കാനാ? ഒന്നില്ലെങ്കിലേ അവരറിഞ്ഞു തരണം, അല്ലെങ്കിൽ സുദീപേട്ട് തോന്നണം അത് മേടിച്ചെടുക്കണോന്ന്. ഇത് രണ്ടും നടക്കാത്തിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതിന്റെ കാരണം എന്താ? നിനക്കറിയില്ലേ നമ്മുടെ വീട്ടിലെ അവസ്ഥ? എന്തവസ്ഥ? അവസ്ഥയെ നോക്കിയിരുന്ന നമ്മുടെ കാര്യങ്ങൾ നടക്കൂ സുദീപേട്ട? നടക്കുമ്പോ നടക്കും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ സുദീപേട്ട? എങ്കിൽ പിന്നെ ഈ കമ്പനി കാര്യങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പേ പറയണായിരുന്നു. ഇതിപ്പോ അതിനുവേണ്ടി എല്ലാവരും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കിയപ്പോ ഇപ്പൊ കൈമലർത്തി എങ്ങനെയാ സുദീപേട്ട ശരിയാവുന്നേ? നാണക്കേടല്ലേ ഇവർക്ക് എല്ലാവർക്കും. ദേ, ഇതെല്ലാം നിന്റെ പിടിവാശിയായിരുന്നല്ലോ. എല്ലാം വേണം, ആശയം ആഗ്രഹമൊക്കെ. പക്ഷെ ഇത് കൊമ്പത്തെ ആയിപ്പോയി. നമ്മുടെ കയ്യിൽ സോഴ്സ് കണ്ടിട്ട് വേണ്ടി ഓരോന്നിനും ഇറങ്ങി പുറപ്പെടാൻ. അല്ലാതെ വല്ലോന്റെ കയ്യിൽ കാശ് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഓ, പിന്നെ കുറ്റം മുഴുവൻ എന്റെ തലയ്ക്ക്. അല്ല,
ഇതിലേതാ ഇപ്പൊ വെല്ലവന്റെ കാശെന്ന് ഉദ്ദേശിച്ചത്? എന്റെ ചേട്ടന്റെ പൈസയായിരിക്കും, അതായിരിക്കുമല്ലോ. അല്ലെങ്കിലും എന്റെ ചേട്ടനെ കുടുംബത്തെയും പണ്ടേ പുച്ഛമാണല്ലോ എല്ലാവർക്കും. അതെ, രണ്ടുപേരും നിർത്തിക്കേ. രണ്ടുപേരും തമ്മിൽ വഴക്കൂടാനല്ല നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്, ആണോ? എടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ, നിന്റെ വൈഫിന്റെ ബ്രദറിന്റെ കാശ് വല്ലവന്റെ കാശാണോ? അത് നിന്റെ വൈഫിന് അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ അത് നിനക്കൂടെ ഉപയോഗിക്കാമല്ലോ. എന്റെ സിറിലെ അതൊന്നും അങ്ങനെ കാണില്ല. അത്രയ്ക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ നിന്ന് അവകാശപ്പെട്ടത് ചോദിച്ചു മേടിക്കും. അതിന് പറ്റില്ലല്ലോ. നീ പറയുന്ന പോലെ സ്വത്ത് പാർട്ടീഷൻ ഒന്നും ഉടനെ നടക്കും തോന്നുന്നില്ല. വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. അച്ഛനാണെങ്കിൽ ഇപ്പൊ ആകപ്പാടെ ഇങ്ങനെ അതിനിടയ്ക്ക് സ്വത്തിന്റെ ഭാഗം. എന്റെ സുധി, പ്രോപ്പർട്ടി ഭാഗം ചെയ്തു തരുന്നില്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് എടുത്ത് ബാങ്കിൽ ഡീഡ് വെക്കേ. തൽക്കാലം 2-3 കോടി കിട്ടില്ലേ, നിന്റെ കാര്യങ്ങൾ നടക്കില്ലേ? ദേ, അതൊന്നും നടക്കില്ല. സ്വത്തൊക്കെ അച്ഛന്റെ പേരില്ല, അച്ഛൻ സമ്മതിക്കില്ല. എടാ, ഇതൊക്കെ നിനക്ക് കാലശേഷം കിട്ടിയിട്ട് എന്നാ ചെയ്യാനടാ? അതൊന്നുമില്ല. അച്ഛന്റെ അസുഖം മാറിയാ എല്ലാം ശരിയാവും. എപ്പോഴെങ്കിലും മാറുന്ന അസുഖമാണല്ലോ. ഭ്രാന്ത് മൂത്ത സാധാരണ ആൾക്കാർ എന്തുന്നാ ചെയ്യുന്നേ? ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, അല്ലെങ്കിൽ ചങ്ങലക്കിടണം. ശ്രുതിക്ക് സ്വത്തെഴുതി കൊടുക്കുന്ന സമയത്തെ ഈ ഭ്രാന്തൊന്നും കണ്ടില്ലല്ലോ. ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ അതൊക്കെ ചെയ്തത്? ജയസുധ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുന്ന്. നിർത്ത്, രണ്ടാളും നിർത്ത്. നീ ഒന്ന് വന്നേ. ജയ, ഞാനിവനോട് സംസാരിക്കേണ്ട രീതി സംസാരിച്ചാലേ അവന് മനസ്സിലാവും. അവനോട് ഇങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വാ, വാടാ, വാ. ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ, എന്നെ വരുത്താൻ? അതല്ലാതെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല, എനിക്കറിയാം. അയ്യോ, നീ അങ്ങ് വളർന്നല്ലോടാ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും പക്വതയൊക്കെ ആയോ മോനെ? കലക്കേട്ടോ. അതേടാ, ഇതൊക്കെ ഈ സിറിലിന്റെ പ്ലാൻ തന്നെ. സിറിൽ വരയ്ക്കുന്ന പ്ലാനിലൂടെ ഇനി നീയൊക്കെ ചലിക്കൂ. പൂട്ടാൻ പോവാ ഞാൻ, സകലതിനെയും പൂട്ടും. ഒരു മാന്ത്രിക പൂട്ടിട്ട് പൂട്ടാൻ പോവാ. എന്റെ സുധി, നീ വെറും കിഴങ്ങേശ്വരനാണെന്ന് എനിക്കറിയാം. ഈ കാമദേവനെ പോലെ ഇങ്ങനെ നടന്ന് ഗർഭം ഉണ്ടാക്കാനല്ല നിനക്ക് എന്തറിയാടാ? നീ കുറെ കാലമായല്ലോ ഇങ്ങനെ പ്ലാൻ വരയ്ക്കുകയും പൂട്ട് വരയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നിനക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. എടാ, നിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ ഞാൻ 2 പിള്ളേരെങ്കിലും ഉണ്ടാക്കി. മോനെ, നീ കഥയറിയാതെയാ ഈ ആട്ടം കാണുന്നത്, ഡയലോഗ് അടിക്കുന്നത്. കഥയറിഞ്ഞാലേ നീ ഡയലോഗല്ല ഡയഗ്രാം വരയ്ക്കും. മൂക്കുകൊണ്ട് നിലത്ത് ഞാൻ പറയുന്നിടത്ത്. അറിയോ നിനക്ക്? പിന്നെ നിന്റെ പുച്ഛം എനിക്ക് മനസ്സിലായി. എവിടെടാ ഇഷയും കുഞ്ഞും? എവിടെയാണെന്ന് പറ. നീയും നിന്റെ ആൾക്കാരും കൂടി എവിടെയാടാ അവളെ തടവിലിട്ടേക്കുന്നേ? പറയടാ. നിനക്ക് ഭ്രാന്താടാ, മുഴുത്ത ഭ്രാന്ത്. നിന്നെപ്പോലുള്ള മനോരോഗികളെ കുതിരവട്ടത്ത് കൊണ്ടുവരണം. നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? ഞാൻ അവളെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അതേടാ, എനിക്ക് ഭ്രാന്ത, മുഴുത്ത ഭ്രാന്ത. അവളെ കാണാതെ എൻ്റെ ഭ്രാന്ത് മാറുകയല്ല. അവളെ കാണാതെ മാറില്ലടാ. അതിന് നീ അവളെ പോയി തിരഞ്ഞു കണ്ടുപിടിക്കടാ. നിനക്ക് വേണമെങ്കിൽ. അതിന് നീ എന്തിനാ എന്റെ ജീവൻ എടുക്കാൻ നടക്കുന്നത്? കെട്ടുവോ കെട്ടാതിരിക്കോ, കുഞ്ഞിനെ കൊല്ലോ കൊല്ലാതിരിക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്യ്. കൂടെ താമസിപ്പിക്കോ, അവളുടെ കുഞ്ഞിനെ വളർത്തുവോ, എന്ത് വേണമെങ്കിൽ ചെയ്യ്. അതിനൊന്നൊരു തടസ്സമായിട്ട് ഞാൻ നിൽക്കില്ല. എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ. എന്റെ ജീവിതത്തിൽ അവളില്ല. ഞാൻ അവൾ എവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. അതെനിക്കറിയാം, നിനക്കൊന്നും അറിയാല. പക്ഷെ അറിയുന്നവർ നിന്റെ വീട്ടിലുണ്ട്. അവൾ എവിടെയെന്നും എങ്ങനെയെന്നും എവിടെ പോയെന്നും ഒക്കെ അറിയുന്നവർ നിന്റെ വീട്ടിലുണ്ട്, നിന്റെ വീടിനകത്തുണ്ട്. ആര്? രവിയേട്ടന് സബിതയോ? അവർക്കും അറിയില്ല അവൾ എവിടെയാണെന്ന്. അവര് ഹോസ്പിറ്റലിലാക്കി, അവൾ അവിടെ നിന്ന് പോയി. അതിനപ്പുറം ആർക്കും ഒന്നും അറിയില്ല അവളെ കുറിച്ച്. അതല്ലേടാ മോനെ, നീ വെറും ശിശുവാണെന്ന് ഞാൻ പറഞ്ഞത്. എടാ, ഇതൊക്കെ അവർ നിന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ, നിന്നോട് പറഞ്ഞ കള്ളങ്ങളാടാ. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് എൻ്റെ പൊന്നുമോൻ അറിയാവോ? അറിയാവോടാ? അറിയണം, നീ അറിയണം. വഴക്കടിക്കാതെ വാ വാ വാ, ഞാൻ പറഞ്ഞുതരാം. അളിയൻ വാ വാ. എന്റെ അമ്മയെ അവർക്ക് ദത്തെടുക്കാൻ തന്നെയാ പ്ലാൻ. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പോലും. 2 മാസം കഴിയുമ്പോഴത്തേക്കുവേ കുഞ്ഞിനെ കിട്ടുമെന്ന്. ഞങ്ങളെ തോപ്പിക്കാനാ. 2 പേരും ഒന്നിച്ചാ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ അച്ഛന് ഭ്രാന്തും കൂടും. ചേട്ടനും ചേച്ചിയും അമ്മയും ഒന്നിക്കും.
എനിക്കും ഉണ്ടല്ലോ ഒരു ഭർത്താവ്. ഓ, എന്റെ അമ്മ ഒരു കാര്യവുമില്ല. സിറിലിപ്പം മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ആർക്കറിയാം എന്താവൂന്ന്. ഇപ്പം മനസ്സിലായോടാ നിനക്ക് അവൾ എവിടെ ഉണ്ടായിരുന്നു ആർക്കറിയാം? എടാ നിന്റെ ചേട്ടനും ചേട്ടത്തി അമ്മയ്ക്കും അറിയാം. സിറിൽ എന്താടാ വെറും പൊട്ടനാന്ന് കരുതിയോ നീ? Yeah.